വിശ്വാസം വേണം. അബ്രഹാമിനെ നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവന്റെ വിശ്വാസം ക്രമമായാണ് വർദ്ധിച്ചു വരുന്നത്. യഥാർത്ഥ വിശ്വാസമുള്ള ഒരു ദൈവവേദനത്തിൽ ഏത് കാര്യം സാധ്യമാണ്. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നത്, ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, എന്നുള്ള നിന്നിലായി ആഴമാം വിശ്വാസത്താൽ ഞാൻ ചേരുന്നു. ഈ അർത്ഥത്തെ ഉൾപ്പെടുന്നതായിരിക്കാണ്.
അന്ത്യത്തോളം നടത്തുന്ന ദേവ നീ മാത്രം നല്ല ഇടയൻ അന്ത്യത്തോളം നടത്തുന്ന ദേവ നീ
ഈ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ഈ സന്ധ്യാവേളയിൽ ഞങ്ങളുടെ വാദങ്ങളെ ചേർന്ന് വന്ന് വീട്ടിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുവാൻ, സഹായത്തിലേക്ക് നോക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് കൂടി വരുന്ന സമാനത്തിനായിട്ട് ഞങ്ങളൊക്കെ വായിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ആരംഭിക്കുന്നതായി പ്രാർത്ഥനയെ തന്നെ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കർത്താവെ ഞങ്ങളുള്ളതിനായിട്ട് ഞങ്ങളൊക്കെ വായിക്കുന്നു. അങ്ങയുടെ വാർത്ത ഞങ്ങൾക്കുണ്ടല്ലോ. നിലാനത്തില് നിന്റെ എവിടെ കൂടുന്നു അവരുടെ വാക്കുകളാണല്ലോ. ഇന്ന് വാഗ്ദാനം അങ്ങയുടെ വാഗ്ദാന പ്രകാരം എളിയവരാകും ഞങ്ങളുടെ മധ്യേ അവിടെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നടത്തുന്നപ്പോൾ ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവേശത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നിന്റെ സർവീകരിക്കുവാൻ കർത്താവിടെയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ചെയ്യുന്നു കർത്താവെ, പ്രകൃതിയെ ഞങ്ങൾക്ക് മൂലമാക്കിത്തന്നല്ലോ. ദൈവമായ കർത്താവെ, നിന്റെ വാക്കുകള് അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവം സംസാരിക്കുന്നതുപോലെ നിന്റെ ദാസന്മാരെ കരക്കിലെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആവശ്യം എന്തെന്നുള്ളത് സഹായിക്കണമേ. ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് വേണ്ടി സകലവും നന്നായി ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദിവസാനത്തിന്റെ ഭരിച്ചുകൊള്ളണമേ. പാടുവാൻ ഞങ്ങൾക്ക് തന്നു, പ്രാർത്ഥിക്കുവാൻ തന്നുകൊണ്ടിരിക്കുന്നു. ശക്തീകരിക്കണമേ. ഒരുക്കത്തോടുള്ള ഇരുപാൻ സഹായിക്കണമേ. ദേശത്തിന് ആവശ്യമായതും നൽകണമേ. എല്ലാ സ്വർഗീയതാനത്താൽ അങ്ങോട്ടെടുത്താണ് ഈശ്വരനാമത്തിൽ കാത്തിരുന്ന് കേൾക്കണമേ. രാത്രിയിൽ നിന്റെ കുഞ്ഞുങ്ങളായ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കൺവെൻഷന്റെ രാത്രിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ക്രമീകരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ രാത്രിയിൽ കർത്താവ് ഇവിടെ ആയിരിക്കുന്ന അടിയങ്ങളെവരെ മെഡിക്കൽ കൂട്ടങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി വചനം സംസാരിക്കാനായി Let's go.
പ്രഗത്ഭനും യുവാവുമായിരിക്കുന്ന ഒരു വലിയ ദൈവദാസൻ ദൈവത്തിന് ശുശ്രൂഷിപ്പാനുണ്ട്. അതുകൊണ്ട് ഞാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു പുതുമുഖമായിരിക്കുന്നില്ല. ഈ നാട്ടിലെ ഓരോ മകൻ കരികൾക്കും നന്നായി അറിയത്തക്കവണ്ണം അനേക പരസ്യയോഗങ്ങൾ, ദൈവത്തിന് ശുശ്രൂഷ, കർത്താവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സുദീർഘ വർഷങ്ങൾ ഈ പ്രദേശത്തായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഇരുത്തപ്പെടുവാൻ ഇവിടെ കടന്നു വന്ന് ഇവിടെ ആയിരിക്കുന്നവർ മാത്രമല്ല, ഈ മൈക്കിന്റെ ശബ്ദവന്തിക്കുള്ളിൽ ആരെല്ലാം എവിടെല്ലാം ഉണ്ടോ അവരെല്ലാം നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അങ്ങനെ കർത്താവ് ഇടയാക്കുവാൻ പോകുന്നത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി ഒരു വാക്യം വായിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 22-ാം വാക്യം വായിച്ച സകല ഭൂസ്നിയമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. സകല ഭൂസ്നിയമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ്, ഇംഗ്ലീഷിലും മറ്റേ ഭാഷകളിലെല്ലാം എങ്കിലേക്ക് ദുഃഖി, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ എന്നുള്ള ഒരു ആഹ്വാനം, ഒരു ക്ഷണനം. ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയോ മാത്രമുള്ള ഒരു ക്ഷണമല്ല. അഖിലോകത്തിലും ചിതറിപ്പാർക്കുന്ന മാനവജാതിയോട് മുഴുവൻ ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം. ലോകത്തിലെ എല്ലാ ആളുകൾക്കും അവരവരുടേതായ പരിമിതികളുണ്ട്. ഒരു രാജാവ് ഒരു വിരുന്ന് നടത്തിയാൽ ആ രാജാവിന് ഒരു പരിധിയുണ്ട്. ഒരു രാഷ്ട്രം എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്താൽ അതിനെ ക്ഷണിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനും അതിനുള്ള ചില നിബന്ധനകളും അവർക്കുണ്ട്. എന്നാൽ ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവനും അഖിലാണ്ടങ്ങളുടേവനായ വലിയവനായ ദൈവം ഇതാ ഒരു ക്ഷണം. എന്താ? സകല ഭൂസീമാവാസികളുടെ അതിനുള്ള നാട്ടിലുള്ളവർ ഉൾപ്പെടും, ചെന്നീർക്കരയുള്ളവർ ഉൾപ്പെടും, കേരളക്കരക്കാർ ഉൾപ്പെടും, ഇന്ത്യ, ആഫ്രിക്ക, അമേരിക്ക, അഖില ലോകത്തിലുമുള്ള എല്ലാവർക്കുമുള്ള ഒരു ക്ഷണം. ആ ക്ഷണമുണ്ട്. സകലരും സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കി രക്ഷപ്പെടുവീൻ. മനുഷ്യന് പറ്റിയിരിക്കുന്ന വലിയ തോൽവികളിലൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് രക്ഷപ്പെടുവാൻ പറഞ്ഞാൽ മനുഷ്യന് വില കൽപ്പിക്കും. എന്നാൽ ഒന്നും ചെയ്യുവാനല്ല, ചെയ്യേണ്ടി ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. നോക്കുക. ആരാധനാ സ്ഥലം കണ്ടു, അവിടേക്ക് നടന്ന് ആരാധനയിൽ ചെന്നപ്പോൾ കഷ്ടിച്ച് 6-7 ആളുകൾ മാത്രം. അന്നത്തെ പ്രാസംഗികൻ ഒട്ട് വന്നിട്ടുമില്ല. ആളുകൾ പേര് വന്നവർ കണ്ണിൽ നോക്കുകയാണ്. പ്രസംഗിക്കാൻ ആരുമില്ല, വലിയ ജനക്കൂട്ടമില്ല. ആ വന്നിരുന്നവരുടെ കൂട്ടത്തിൽ ഒരു സാധാരണ ഒരു പാവപ്പെട്ട തയ്യൽക്കാരൻ മുൻപിലേക്ക് വന്നു. അദ്ദേഹം ആരെങ്കിലും പ്രസംഗിക്കണമല്ലോ, എങ്കിലും അദ്ദേഹം ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം മുൻപോട്ടേക്ക് വന്ന് ഈ യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 22-ാം വാക്യം വായിച്ചു. സകല ഭൂസീമാവാസികളുമായുള്ളവര് നിങ്ങൾ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. അടുത്ത് പ്രസംഗിക്കാൻ അദ്ദേഹത്തിനോട് അറിയത്തുമില്ല. അതുകൊണ്ട് കൂടെ റിപ്പീറ്റ് ചെയ്യുവാൻ തുടങ്ങി. ലുക്കൻ തുണി പറഞ്ഞു അദ്ദേഹം വീഴുന്നു. നമ്മളാണെങ്കിൽ ചിന്തിച്ചേനെ ഇന്നത്തെ പ്രസംഗമെല്ലാം പാളിപ്പോയി, ഒന്നും നടന്നില്ല. പ്രസംഗത്തിന്റെ ഗാംഭീര്യമോ അതിന്റെ ദൈർഘ്യമോ ആശയങ്ങളുടെ കൊടുപ്പോ വാക്കുകളുടെ പ്രാസമോ അല്ല ആത്മാക്കളെ രക്ഷിക്കുന്നത്. ഇതെന്ത് പരിശുദ്ധാത്മാവാണ് ആത്മാക്കളെ രക്ഷിക്കുന്നത്. ചെറിയ കുടിവരവിൽ ഈ യുവാവ് നോക്കി
നോക്കാനേ പറഞ്ഞുള്ളൂ. ആരെ നോക്കേണ്ടവനെ നോക്കി, ദൈവത്തിങ്കിലേക്ക് നോക്കി. അവിടെ ഒരു തീരുമാനമെടുത്തു. അവൻ വെളിയിലേക്ക് പോയി. അവനാണ് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ. പ്രസംഗിച്ച ആളാരും അറിഞ്ഞുകൂടാ, ഒരു പാവപ്പെട്ട തയ്യക്കാരൻ. പക്ഷേ പ്രസംഗം കേട്ട് കർത്താവിന്റെ ഹൃദയം കൊടുത്ത് ആ വ്യക്തിയെ ലോകം മുഴുവൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവാണ് ആത്മാക്കളെ രക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കുന്ന കൂടിവരവിൽ ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തനം ഉണ്ടാകുവാൻ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ, അവങ്കിലേക്ക് നോക്കുവാൻ ഇടയാകട്ടെ. ഞാൻ മടങ്ങി വരട്ടെ. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ആ വാക്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്ന ഒരു വാക്യത്തെ ഭാഗം മാത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവങ്കിലേക്ക് നോക്കാൻ. ഇവിടെ കടന്നു വന്നിട്ടുള്ളവരിൽ ഏറിയ ശതമാനം ആളുകളും ഒരിക്കലായി അവനെ നോക്കി രക്ഷ പ്രാപിച്ചവനാണെന്ന് എനിക്കറിയാം. എന്നാൽ അതുകൊണ്ട് നുറുന്നരുക. ഈ വായിച്ച വാക്യം ശ്രദ്ധിച്ച് വലിച്ചാലറിയാം. ഒന്ന് നോക്കിയാൽ പോരാ, അവനെ നോക്കി നോക്കി അവസാനം വരെ, പൂർത്തീകരണം വരെ, ഓട്ടമോടി തികയ്ക്കുന്നത് വരെ, അവിടം എത്തുന്നത് വരെ, അഥവാ നമ്മുടെ നാടിന്റെ രണ്ടാമത്തെ വരവ് വരെ നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിശ്വാസത്തോടെ ഓടേണം. ഒരിക്കലായി അവർക്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സംഖ്യാപുസ്തകം വായിച്ചാണ്. സംഖ്യാപുസ്തകം 21-ാം വാക്യം വായിച്ചാൽ, അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പത്തെ നോക്കിയാൽ, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഏകദേശം 42 വർഷങ്ങൾക്ക് മുൻപേ ഒരു പാവപ്പെട്ട ദൈവദാസി, മൺമറഞ്ഞു പോയ ബഹുമന്യായ കർത്തദാസി ഏലിയാമ്മ ഒരു പ്രഖ്യാപനം നടത്തി. നോക്കുക, ആരെ നോക്കുക? നിങ്ങളുടെ രക്ഷയ്ക്കായി കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുക. അന്ന് എളിയവനായിരിക്കും നോക്കുവാൻ ഇടയായി. ഈ സ്ഥലത്ത് വെച്ച് 42 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ തീരുമാനം, ഒരു ലളിതമായ തീരുമാനം ഉണ്ട്. നോക്കുക, എവിടെ? കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശു. അവനെ നോക്കി 42 വർഷമായി അവനെ തന്നെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റ നോട്ടം കൊണ്ട് മതിയാക്കില്ല. നോക്കുക, നോക്കുക, പിന്നെയും നോക്കുക. ഒരിക്കൽ നോക്കി രക്ഷ പ്രാപിച്ചവർ പിന്നീടുള്ള ജീവിതയാത്രയിൽ നോട്ടം തെറ്റിയാൽ പിന്മാറിപ്പോകും, വീണുപോകും. അതിന് വേദത്തിൽ മറ്റുള്ള ചിലരൊക്കെ അത്ര തിരുവനന്തപുരക്കാരെ കൊണ്ട് ചില കാര്യം നടക്കുന്നത് അങ്ങനെ ഒരു തുല്യമുള്ളവനാണ്. നീ പതുങ്ങി പൂച്ച പോലെ ഇരുന്നു. ചിലരോട് ആലോചിച്ച് ചിന്തിച്ച് ഒക്കെ ചെയ്യാൻ കരകയറ്റുവാൻ നിങ്ങൾ വിളിച്ചവൻ വിശ്വാസമാണ്. എവിടെ നോക്കിക്കൊണ്ട് അവനെ വിളിച്ചവന് വരിക എന്ന് പറഞ്ഞു വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കി. ആമുഖമായി സ്വാഗതം ചെയ്ത നമ്മുടെ ദൈവദാസൻ എന്ന് പറഞ്ഞോ എല്ലാ പ്രശ്നങ്ങൾക്കും മുഴുവൻ കർത്താവ് രക്ഷിച്ചു. അവൻ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാനുള്ളത്, ഇന്നും തുടർന്നുള്ള രാത്രികളിൽ നടക്കുന്ന എല്ലാ പ്രസംഗങ്ങളും എല്ലാ പ്രഭാഷണങ്ങളും ആരെ ഉയർത്തതായിരിക്കണം? പ്രസംഗിക്കുന്ന വ്യക്തിയല്ല, ഒരു സഭയല്ല, ഒരു സംഘടനയല്ല, പിന്നെ സാക്ഷാൽ ഉയർത്തപ്പെടുവാൻ യോഗ്യനായ അവനെ ഉയർത്താനും അതിന് ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഭാവികളുടെ രക്ഷ, രോഗികളുടെ സൗഖ്യം, പിന്നാറ്റക്കാരുടെ മടങ്ങിവരവ്, പരിശുദ്ധാത്മാവിന്റെ വലിയ വർഷണം, ഇതെല്ലാം
ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ മക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും നല്ല ആദരത്തോടും ആത്മഭാരത്തോടും കൂടി ആരംഭിച്ച ഈ മഹായോഗങ്ങളുടെ ഈ ഒന്നാമത്തെ രാത്രി മുതൽ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയുടെ പൊന്നുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവേ, വലിയ അനുഗ്രഹം വർഷിപ്പാൻ, പാപികൾ രക്ഷിക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, അത് ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നുവരെയും പ്രാപിക്കേണ്ടതുപോലെ ഒന്നും പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നവര് പ്രാപിപ്പാൻ എല്ലാം ഇടയാക്കണമേ. ഏക പ്രശ്നങ്ങളോടുകൂടെ ദൈവനെ കേൾക്കുവാൻ കടന്നു വരുന്നവരുണ്ടോ അവരെല്ലാം അവരുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവരായ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഈ യോഗങ്ങൾ മുഖാന്തരം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗങ്ങൾ മുഖാന്തരം തിരുമേനിയുടെ നാമത്തിന് മഹത്വമെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വർഗ്ഗസ്ഥ പിതാവേ, അല്ലെങ്കിൽ വിനീതമായി അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ.